ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പ്രദോഷമാണ്. എല്ലാവരും വ്രതമെടുക്കുന്നവരായാലും അല്ലാത്തവരായാലും ത്രിസന്ധ്യാ സമയത്ത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആ പ്രദോഷത്തിൻ്റെ ആ ഒരു സമയം, ഏറ്റവും ഉത്തമമായ സന്ധ്യാസമയം ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും പോയി കേൾക്കണം. സന്ധ്യാസമയത്ത് എന്തു തന്നെയായാലും വ്രതമെടുക്കുന്നവരായാലും അല്ലെങ്കിലും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഞാൻ പറയാൻ വന്നത് രുദ്രാക്ഷത്തെ പറ്റിയാണ്. രുദ്രാക്ഷം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മുഖം മുതൽ 14 മുഖങ്ങൾ വരെയുള്ള രുദ്രാക്ഷങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും പലർക്കും അത് ധരിക്കാൻ ഭയമാണ്. എന്തിനാണിത് ധരിക്കുന്നത്? ഈ സമയങ്ങളിലൊക്കെ ധരിക്കാൻ പറ്റുമോ? ധരിച്ചാൽ എന്താണ് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ, ദോഷങ്ങൾ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലർക്കും ഭയമാണ്. ഒരിക്കൽ സുബ്രഹ്മണ്യ സ്വാമി ഭഗവാൻ മഹാദേവനോട് തന്നെ രുദ്രാക്ഷ മഹാത്മ്യത്തെപ്പറ്റി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ത്രിപുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. ആ അസുരൻ ദേവന്മാരെയും മനുഷ്യരെയും എല്ലാം ഒരുപോലെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒരു തരത്തിലും ഇയാളെ വധിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ മഹാദേവൻ്റെ അടുത്തേക്ക് ദേവന്മാരെല്ലാവരും കൂടെ സങ്കടം പറയാനായിട്ട് വരികയാണ്. ആ സമയത്ത് ഭഗവാൻ എന്തു ചെയ്യും എന്നാലോചിച്ച് കുറച്ചു നേരം കണ്ണടച്ച് ധ്യാനിച്ചു. ആ ധ്യാനം സംവത്സരങ്ങൾ നീണ്ടുപോയി എന്നാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ നമുക്കറിയാം ഭഗവാന് 3 കണ്ണുകളാണുള്ളത്. ഏതൊക്കെയാണ്? ചന്ദ്രനേത്രം, സൂര്യനേത്രം, അഗ്നിനേത്രം. ഇങ്ങനെ തൃക്കണ്ണുകളാണ് ഭഗവാനുള്ളത്. ഈ തൃക്കണ്ണുകളിൽ നിന്നും ഓരോ തുള്ളി കണ്ണുനീര് പതിച്ചു, താഴേക്ക് പതിച്ചു. ആ കണ്ണുനീരിൽ നിന്നും ആണ് രുദ്രാക്ഷ മരങ്ങൾ ഉണ്ടായത്. അതിലെ ചന്ദ്രനേത്രത്തിൽ നിന്നും ഉതിർന്നു വീണ കണ്ണുനീർ തുള്ളിയിൽ നിന്നും ഉണ്ടായ രുദ്രാക്ഷത്തിൻ്റെ ആ മരത്തിൽ ഉണ്ടാകുന്ന രുദ്രാക്ഷങ്ങൾക്ക് വെളുത്ത നിറവും, സൂര്യനേത്രത്തിൽ നിന്ന് ഉണ്ടായതിന് ചുവന്ന നിറവും, അഗ്നിനേത്രത്തിൽ നിന്നും ഉണ്ടായതിന് കറുപ്പ് നിറവുമാണ് ഉള്ളത്. അങ്ങനെ വെളുപ്പ്, ചുവപ്പ്, കറുപ്പ് എന്നീ 3 നിറങ്ങളിലുള്ള രുദ്രാക്ഷങ്ങളാണ് ഉള്ളത്. 1 മുതൽ 14 വരെ മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങളാണ് ഉള്ളത്. ഓങ്കാര സ്വരൂപമാണ് രുദ്രാക്ഷം. വലിപ്പം കൂടുന്നതിനനുസരിച്ച് രുദ്രാക്ഷത്തിൻ്റെ ഫലം വളരെയധികം വർദ്ധിക്കും. ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളതാണ് രുദ്രാക്ഷം. രുദ്രാക്ഷം സ്ഥിരമായി ധരിക്കുന്നവർക്ക് പ്രഷർ, കൊളസ്ട്രോൾ മുതലായിട്ടുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി ലഭിക്കും. അതുപോലെ തന്നെ ആർക്കൊക്കെ രുദ്രാക്ഷം ധരിക്കാം? വാനപ്രസ്ഥത്തിലുള്ളവർക്കും ഗൃഹസ്ഥാശ്രമികൾക്കും സന്യാസ രീതിയിൽ ജീവിക്കുന്നവർക്കും ബ്രഹ്മചാരിണികൾക്കും, അതായത് 4 ആശ്രമങ്ങളിലുള്ളവർക്കും രുദ്രാക്ഷം ധരിക്കാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രുദ്രാക്ഷം ധരിക്കാം. കൊച്ചുകുട്ടികൾക്ക് രുദ്രാക്ഷം ധരിക്കാം. പ്രായമായവർക്ക് രുദ്രാക്ഷം ധരിക്കാം. ഇനി ഏതൊക്കെ സമയങ്ങളിൽ രുദ്രാക്ഷം ധരിക്കാം? എല്ലാ സമയങ്ങളിലും രുദ്രാക്ഷം ധരിക്കാം. പീരീഡ്സ് ആയിരിക്കുമ്പോഴും രുദ്രാക്ഷം ധരിക്കാം. പുലവാലായ്മയുള്ളപ്പോഴും രുദ്രാക്ഷം ധരിക്കാം. മറ്റ് ശാരീരിക പ്രശ്നങ്ങളുള്ള സമയത്തും രുദ്രാക്ഷം ധരിക്കാം. മദ്യപിക്കുമ്പോൾ രുദ്രാക്ഷം ധരിക്കാം. മത്സ്യമാംസാദികൾ ഉപയോഗിക്കുമ്പോൾ രുദ്രാക്ഷം ധരിക്കാം. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ രുദ്രാക്ഷം ധരിക്കാം. ഒരു സമയത്തിന് രുദ്രാക്ഷം ഊരി വെക്കേണ്ടതായിട്ടില്ല. രുദ്രാക്ഷം സ്വർണത്തിലോ വെള്ളിയിലോ കെട്ടി ഉപയോഗിക്കുക. മറ്റു ലോഹങ്ങളിൽ കെട്ടി ഉപയോഗിക്കാതിരിക്കുക. ഈ 2 ലോഹങ്ങൾ മാത്രം ഉപയോഗിക്കുക. സാധാരണ മനുഷ്യർ 5 മുഖമുള്ള രുദ്രാക്ഷമാണ് നോർമലായിട്ട് നമ്മൾ ധരിക്കുന്നത്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഷൺമുഖ രുദ്രാക്ഷം, അതായത് 6 മുഖങ്ങളുള്ള രുദ്രാക്ഷം വളരെ നല്ലതാണ്. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ രുദ്രാക്ഷത്തിനും ഓരോ ഫലങ്ങളാണ്. പക്ഷേ സാധാരണയായി പൊതുവെ എല്ലാ ഗുണങ്ങൾക്കും കൂടിയുള്ള രുദ്രാക്ഷം എന്ന് പറയുന്നത് പഞ്ചമുഖ രുദ്രാക്ഷമാണ്. അപ്പോൾ സംശയം മാറിക്കാണും. എല്ലാവർക്കും എല്ലാ സമയത്തും ധരിക്കാവുന്ന ഒരു കാര്യമാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത്. വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഫലം കൂടും. കഴുത്തിൽ ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ക്ലീനിങ് പ്രോസസ്സ്, അതായത് രുദ്രാക്ഷം ക്ലീൻ ചെയ്യുന്നതിന് ഒരിക്കലും കെമിക്കലായിട്ടുള്ള സാധനങ്ങളോ സോപ്പ് മുതലായ സാധനങ്ങളോ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. സോപ്പ് ഇല്ലാതെ പച്ചവെള്ളത്തിൽ നമുക്ക് രുദ്രാക്ഷം കുറച്ചു നേരം ഇട്ട് വെച്ചിരുന്ന് കഴുകി തുടച്ച് ഉപയോഗിക്കാം.
വലിയ കെമിക്കലൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ കുളിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സോപ്പിൻ്റെ ഉപയോഗം ഭയങ്കരമായി കൂടിയാണ് നമ്മൾ കുളിക്കുന്നതെങ്കിൽ ആ രുദ്രാക്ഷമാല ഒന്ന് ഊരി വെച്ചിട്ട് കുളിക്കുന്നതാണ് നല്ലത്. അതല്ല, നമ്മൾ സോപ്പ് അധികം ഉപയോഗിക്കാതെ അതൊന്ന് മാറ്റി വെച്ചുകൊണ്ട്, അതായത് കഴുത്തിൽ തന്നെ കിടക്കുമ്പോഴും ആ സോപ്പ് അധികം ചെലുത്താതെ നമ്മുടെ ബാക്കി ശരീരഭാഗങ്ങളെല്ലാം കഴുകി മാലയിൽ ആ രുദ്രാക്ഷ മുത്തയിലോട്ട് സോപ്പ് അധികം നോക്കാതെ, ഇനി വലിയ കെമിക്കലുള്ള സോപ്പിൻ്റെ ആണ്, വളരെ മൈൽഡായിട്ടുള്ള സോപ്പാണെങ്കിൽ വലിയ കുഴപ്പം വരുന്നില്ല, എന്നാലും സോപ്പ് അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതാണ് പൊതുവേ രുദ്രാക്ഷത്തിനെ പറ്റി പറയാനുള്ളത്. അതുപോലെ രുദ്രാക്ഷം ധരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ടാകും? പലതരത്തിലുള്ള അസുഖങ്ങളിൽ നിന്നും നമുക്ക് മുക്തി ഉണ്ടാകും. അതുപോലെ എല്ലാ മനുഷ്യനും ഒരു ഓറയുണ്ട് അല്ലേ? വെളുപ്പ് മുതൽ കറുപ്പ് വരെയുള്ള ഓറകളുണ്ട്. ഈ ഓറകൾ തെളിഞ്ഞു തെളിഞ്ഞു വരും. യാത്ര ചെയ്യുന്ന സമയത്ത് രുദ്രാക്ഷം ധരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ സ്ഥിരമായി കിടക്കുന്നിടത്ത് കിടക്കാത്തപ്പോൾ, നമ്മൾ പറയില്ലേ, വീട് മാറി കിടന്നതുകൊണ്ട് നമുക്ക് ഉറക്കം വന്നില്ല, അല്ലെങ്കിൽ ആ സ്ഥലത്ത് ചെന്നപ്പോൾ നമുക്ക് ഒരു ഡിസ്കംഫേർട്ട് വന്നു. ഇതിനെയെല്ലാം മാറ്റുന്നതിനായിട്ട് രുദ്രാക്ഷം ധരിക്കുന്നത് വളരെ നല്ലതാണ്. രുദ്രാക്ഷം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറും. നമുക്കൊരു സംരക്ഷണ വലയം, ഏതൊരു നെഗറ്റീവ് എനർജിയിൽ നിന്നും നമുക്കൊരു സംരക്ഷണ വലയം ഉണ്ടാക്കും. ആരെങ്കിലും നമ്മളിലെ എന്തെങ്കിലും ദൃഷ്ടിദോഷമോ അല്ലെ മറ്റെന്തെങ്കിലും ഒരു നീചപ്രവർത്തികളോ നമുക്കെതിരെ ചെയ്താൽ അതിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നതിന് രുദ്രാക്ഷം വളരെ നല്ലതാണ്. 4 വേദങ്ങളാണുള്ളത്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അതിൽ അഥർവവേദത്തിലാണ് ദുഷ്കർമ്മങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് അവനവൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരുപാട് മന്ത്രതന്ത്രങ്ങളൊക്കെ അഥർവവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് അവനവൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ചില തന്ത്രവിധികളാണ്. ആ രീതിയിലൊക്കെ നമ്മളെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മളെ ഒരു സംരക്ഷണ കവചമായി നിന്ന് സംരക്ഷിക്കുന്നതിന് രുദ്രാക്ഷത്തിന് വളരെയധികം കഴിവുണ്ട്. അതുകൊണ്ട് എല്ലാ സമയത്തും നമുക്ക് രുദ്രാക്ഷം ധരിക്കാം, ഏത് സമയത്തും ധരിക്കാം. അങ്ങനെ യാതൊരു പ്രത്യേകതയും ഇല്ല. മദ്യപിക്കുന്ന ആളുകൾ രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ കാലക്രമേണ അവരുടെ മദ്യപാന ശീലങ്ങളൊക്കെ കുറഞ്ഞു വരും. കാരണം രുദ്രാക്ഷം ധരിക്കുന്നത് കൊണ്ട് ഒരുപാട് നെഗറ്റീവ് ഫോഴ്സസ് ഇവരിലേക്ക് വരില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഹിമാലയത്തിൽ കൊടും തണുപ്പാണ്. ഈ കൊടും തണുപ്പിൽ വസ്ത്രങ്ങൾ പോലുമില്ല, അല്ലെങ്കിൽ നാമമാത്രമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഭസ്മമൊക്കെ വാരിപ്പൂശി ഈ രുദ്രാക്ഷമാലകൾ കയ്യിലും തലയിലും കഴുത്തിലും അരയിലുമൊക്കെ കെട്ടി കാലിലുമൊക്കെ കെട്ടിക്കൊണ്ട് ഈ കൊടും തണുപ്പിൽ ഈ സന്യാസിമാരെങ്ങനെയാണ് ജീവിക്കുന്നത്? അവർ കഞ്ചാവൊക്കെ വലിക്കും, ചിലർ മദ്യപിക്കും, എന്നിട്ടും അവർ രുദ്രാക്ഷം ധരിക്കുന്നു. അവർക്കങ്ങനെ ആ തണുപ്പിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നുമൊക്കെ അവരെ സംരക്ഷണം കൊടുത്ത് അവരെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഈ രുദ്രാക്ഷത്തിൻ്റെ അതിഭീകരമായ പവറാണ്. ദേവി മഹാത്മ്യത്തിൽ രുദ്രാക്ഷത്തെ പറ്റി പറയുന്നുണ്ട്. അതായത് നാണക്കേട് വിചാരിച്ചിട്ട് രുദ്രാക്ഷം ധരിക്കരുത്. അതായത് നമ്മൾ രുദ്രാക്ഷം ധരിക്കുന്നു, എന്നിട്ടത് നമ്മുടെ ഉടുപ്പിനകത്തേക്കൊക്കെ എടുത്തിട്ട് ആരും കാണാതെ പാത്തു വെക്കുന്നു. അങ്ങനെ ഒരിക്കലും ധരിക്കാൻ പാടില്ല. നാണക്കേടുണ്ടെങ്കിൽ ധരിക്കരുത്. അതാണ് ഏറ്റവും നല്ലത്. രുദ്രാക്ഷം ധരിച്ചിരിക്കുന്നവരെ നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. അങ്ങനെ രുദ്രാക്ഷം ധരിച്ചിരിക്കുന്നവരെ നമ്മൾ കുറ്റം പറഞ്ഞാൽ അല്ലെങ്കിൽ അവരെ വിമർശിച്ചാൽ അവർ സങ്കരവർണ്ണത്തിലുള്ളവരാണെന്നാണ് ദേവി മഹാത്മ്യത്തിൽ പറഞ്ഞിട്ടിരിക്കുന്നത്. അതുപോലെ ഭഗവാൻ പരമശിവൻ വേലായുധ സ്വാമിക്ക് പറഞ്ഞു കൊടുത്ത മറ്റൊരു കഥയുണ്ട്. ഒരു ദേശത്ത് ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. ആ വ്യാപാരിക്ക് വൃദ്ധനായ ഒരു കഴുതയുണ്ടായിരുന്നു. ഈ കഴുതായും കൊണ്ട് വ്യാപാരി തൻ്റെ വ്യാപാര ആവശ്യങ്ങൾക്കൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഈ വ്യാപാരി വിന്ധ്യാചലം എന്ന് പറയുന്ന ഒരു ദേശത്ത് പോയിട്ട് അവിടെ നിന്നും രുദ്രാക്ഷങ്ങൾ മേടിച്ച് ഈ രുദ്രാക്ഷം കഴുതപ്പുറത്ത് വെച്ച് ചുമന്ന് കെട്ടി കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ കഴുതയ്ക്ക് അറിയില്ല താൻ എന്താണ് ഈ ചുമന്നിരിക്കുന്നതെന്നുള്ള കാര്യമൊന്നും കഴുതയ്ക്ക് അറിയില്ല. കഴുത ഈ രുദ്രാക്ഷവും ചുമന്നുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. കുറച്ചു ദൂരം പോയപ്പോഴേക്കും വൃദ്ധനായ കഴുതയാണ് സുഖമില്ലാതായി വയ്യാതായി അവിടെ വീണ് മരിക്കുന്നു. ആ മരണത്തോടു കൂടി ആ കഴുത മഹാദേവൻ്റെ രൂപത്തിലേക്ക് മാറുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ മഹാദേവൻ്റെ രൂപം പ്രാപിച്ച് കൈലാസത്തിലേക്ക് ആ കഴുത പോവുകയാണ്. അപ്പോൾ ഈ വ്യാപാരി അതിശയിക്കുന്നു. അപ്പോഴാണ് വ്യാപാരിക്ക് മനസ്സിലാകുന്നത് കഴുത ചുമന്നത് എന്താണ്? രുദ്രാക്ഷം. എന്താണെന്ന് പോലും അറിയാതെ
രുദ്രാക്ഷം ചുമന്നുകൊണ്ടുപോയ കഴുതയ്ക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ അറിഞ്ഞുകൊണ്ട് നമ്മളൊരു രുദ്രാക്ഷം ധരിച്ചാൽ എന്താണ് അതിൻ്റെ ഫലമെന്ന് എല്ലാവരും ഓർക്കുക. നല്ല രുദ്രാക്ഷങ്ങൾ മേടിച്ച് ജപിച്ച് പ്രാർത്ഥിക്കുക, ശരീരത്തിൽ അണിയുക. നാണക്കേടുണ്ടെങ്കിൽ ചെയ്യരുത്. ഒരു കാരണവശാലും നാണക്കേടുണ്ടെങ്കിൽ രുദ്രാക്ഷം അണിയാൻ പാടില്ല. ഏത് സമയത്തും ചെയ്യാം. പിന്നെ രുദ്രാക്ഷം പിടിച്ചുകൊണ്ട് ഓം നമഃശിവായ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ആദ്യമായി നമ്മൾ ഒരു രുദ്രാക്ഷ മാലയോ അതല്ലെങ്കിൽ ഒരു രുദ്രാക്ഷത്തിൻ്റെ ഒരു മുത്തോ ആണ് കിട്ടുന്നതെങ്കിൽ അത് നമ്മൾ നന്നായി വെള്ളത്തിൽ കഴുകി തുടച്ച് ഒരു 108 തവണ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചിട്ട് വേണം അത് നമ്മൾ ശരീരത്തിലേക്ക് അണിയുന്നതിന്. രുദ്രാക്ഷത്തെ പറ്റിയുള്ള സംശയങ്ങളെല്ലാം മാറിയെന്ന് വിചാരിക്കുന്നു. ഒരു തരത്തിലുള്ള ആശങ്കകളും വേണ്ട. ആർക്കും ഏത് സമയത്തും എപ്പോഴും അണിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് രുദ്രാക്ഷം. ഭഗവാനെ ഓർക്കുക, ഭഗവാന്റെ ഭക്തരെ ഓർക്കുക. അവരേത് സമയത്താണ് എങ്ങനെയാണ് അണിഞ്ഞിരിക്കുന്നതെന്ന് ഓർക്കുക. ആ രൂപം മനസ്സിൽ ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള സംശയങ്ങളും നമുക്കുണ്ടാവുകയില്ല. എല്ലാവരും രുദ്രാക്ഷം മേടിച്ച് അണിയാനായിട്ട് ശ്രമിക്കുക. ഹരേ കൃഷ്ണ.